കൊച്ചിയിലെ ഡേ കെയറിൽ പിഞ്ചു കുഞ്ഞ് മർദ്ദനം. കുഞ്ഞിനെ ഡേ കെയർ ജീവനക്കാരി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ ഡേ കെയർ ഉടമ കസ്റ്റഡിയിലായിരിക്കുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, അല്പം മുമ്പാണ് പിഞ്ചു കുഞ്ഞിന് നേരെ മഹാരാഷ്ട്രയിലെ ഒരു സംഭവം ഉയർത്തിക്കാട്ടി നമ്മളിവിടെ ചർച്ച നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് നമ്മുടെ കേരളത്തിൽ അതും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന് നേരെയുള്ള ക്രൂര മർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്താണ് ഉണ്ടായിരിക്കുന്നത്? അഞ്ചു പാലാരിവട്ടത്തിന് സമയം പ്രവർത്തിക്കുന്ന കളിവീട് എന്ന ഡേ കെയർ സ്ഥാപനത്തിലാണ് ഈ സംഭവം നടന്നത്. സ്ഥാപനത്തിന്റെ ഉടമ കുട്ടികളെ പതിവായി മർദ്ദിക്കുന്നുവെന്ന് പരാതി ഉയർന്നിരുന്നു. രക്ഷിതാക്കൾക്ക് ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ ഉയർന്നു. അതിനെ തുടർന്ന് രക്ഷിതാവ് പകർത്തിയ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നത്. 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ അടിക്കുന്നതും മറ്റുമാണ് ദൃശ്യങ്ങളുള്ളത്. ഒരു രക്ഷിതാവ് തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തി മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടത്. ഇതിനെ തുടർന്ന് ഏതായാലും വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. രോഷാകുലരായ രക്ഷിതാക്കളും ചില സംഘടനകളും ഒക്കെ പ്രതിഷേധവുമായി ഡേ കെയറിന് മുന്നിലെത്തിയിട്ടുണ്ട്. സംഭവം സംഘർഷത്തിലേക്ക് എത്തുമെന്നായതോടെ പോലീസ് എത്തി ഈ നടത്തിപ്പുകാരി മിനിയെ കസ്റ്റഡിയിലെടുത്തു. ചൈൽഡ് ലൈൻ പ്രവർത്തകര് ഡേ കെയറിലെത്തി കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. മേയർ സൗമിനി ജെയിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ജീവനക്കാരും ഒക്കെ എത്തി അത്തരത്തിൽ ഒരു പരിശോധനയും നടത്തുന്നുണ്ട്. ഏതായാലും പരാതിക്കാരിയുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായുടൻ ഒരുപക്ഷെ നടത്തിപ്പുകാരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കാനാണ് സാധ്യത. സാലി, കുട്ടികൾക്ക് നേരെ തുടർച്ചയായി ഇത്തരം മർദ്ദനങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു എന്ന് മാതാപിതാക്കൾ പറയുന്നു. അത്തരത്തിൽ നിലവിൽ ഡേ കെയർ ഉടമകളുടെ അവരുടെ വിശദീകരണം എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്? അഞ്ജു, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സ്ഥാപനത്തിലുള്ള ഏതാണ്ട് 20ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിലുണ്ട്. ഈ കുട്ടികളെ എല്ലാം ഈ നടത്തിപ്പുകാരിയായ മിനി പതിവായി ഉപദ്രവിക്കാറുണ്ട് എന്ന് തന്നെയാണ് പരാതിയായി വന്നിരിക്കുന്നത്. അതിന് അത്തരത്തിൽ ഒരു മൊഴി ഈ നടത്തിപ്പുകാരിയുടെ ഒരു സഹായിയുടെ ഭാഗത്തുനിന്നും പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അവർ അത് രക്ഷിതാക്കളോട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഒരു ജീവനക്കാരി തന്നെ ഈ നടത്തിപ്പുകാരിക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അവർ പറയുന്നത് ഈ കുട്ടികളെ പല കാരണങ്ങൾ പറഞ്ഞ്, നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഈ കുഞ്ഞു കുട്ടികളെ 1.5, 2, 3 ഒക്കെ വയസ്സായ തീരെ കുഞ്ഞു കുട്ടികളെ ഈ സ്ത്രീ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. വടികൊണ്ടും കൈകൊണ്ടുമൊക്കെ അടിക്കാറുണ്ടായിരുന്നു എന്നാണ് ജീവനക്കാരി പറഞ്ഞത്. ഈ വടികൊണ്ട് കൈകൊണ്ടും ഒക്കെ അടിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന പാടുകൾ മായ്ച്ചു കളയാൻ വേണ്ടി വെള്ളം തേച്ച് മായ്ച്ചു കളയാൻ ജീവനക്കാരിയോട് ഈ നടത്തിപ്പുകാരിയായി മിനി നിർദ്ദേശിക്കാറുണ്ടായിരുന്നുവെന്നും ഈ ജീവനക്കാരി പറഞ്ഞു. അതായത് കഴിഞ്ഞ കുറെ നാളുകളായി വളരെ കടുത്ത തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനം ഈ കുഞ്ഞു കുട്ടികൾ അനുഭവിക്കാറുണ്ടായിരുന്നു. സ്വാഭാവികമായും രക്ഷിതാക്കൾ ജോലിക്കും മറ്റും പോകുന്ന വീടുകളിലെ കുട്ടികളെയാണ് ഇത്തരത്തിൽ ഡേ കെയർ സെന്ററിലാക്കുന്നത്. വളരെ വിശ്വസിച്ച് വലിയ തുക ഫീസൊക്കെയായി നൽകി. നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഒരു മാസത്തേക്ക് 2000 മുതൽ 4000 രൂപ വരെയാണ് ഈ പ്രസ്തുത ഡേ കെയറിൽ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിന് അവർ ഈടാക്കി വരുന്നത്. അത്ര വലിയ തുക രക്ഷിതാക്കൾ നൽകി നോക്കാൻ ഏൽപ്പിച്ച കുട്ടികളെയാണ് ഇത്തരത്തിൽ പതിവായി നടത്തിപ്പുകാരും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങേയറ്റം ഖേദകരവും ദുഃഖകരമായ ഒരു സാഹചര്യം ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. കുട്ടികളുടെ ശരീരത്തിൽ പാടുകൾ കണ്ടതോടെയാണ് രക്ഷിതാക്കൾക്ക് സംശയം തോന്നി തുടങ്ങിയത്. മാത്രമല്ല, കുട്ടികൾ ഈ ഡേ കെയറിൽ പോകാനുള്ള മടി പതിവായി കാണിക്കുന്നത്. ആദ്യമൊക്കെ രക്ഷിതാക്കൾ വിചാരിച്ചത് രക്ഷിതാക്കളെ വിട്ട് ഡേ കെയറിൽ പോയി പകൽ ഒറ്റയ്ക്ക് ചെലവഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് കുട്ടികൾ ഇങ്ങനെ ഡേ കെയറിൽ പോകാൻ മടി കാണിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പ്രസ്തുത അല്ലെങ്കിൽ നടത്തിപ്പുകാരിയെ കാണുമ്പോൾ കുട്ടികൾ വല്ലാതെ ഭയക്കുന്നതായി കണ്ടു. അതിനൊപ്പമാണ് ഈ ശരീരത്തിലെ ചില പാടുകൾ ചില രക്ഷിതാക്കളുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയത്. സ്വാഭാവികമായ ഒരു വാച്ച് ചെയ്ത് വരുമായിരുന്നു. അതിനിടെയാണ് ഈ ഒരു രക്ഷിതാവ് നേരിട്ട് ഈ ദൃശ്യം കാണുകയും അവർ പകർത്തി അപ്പോൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത്. ഏതായാലും കർശന നടപടികളിലേക്ക് പോലീസും കടന്നിട്ടുണ്ട്. ഒരു തരത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾ വെച്ചുപൊറിപ്പിക്കാനാവില്ല എന്ന് കോർപ്പറേഷനും വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് അതിന്റെ നിയമവഴികളിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ പല പരാതിക്കാരിൽ നിന്നായി പോലീസ് പരാതി എഴുതി വാങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. IG വിജയൻ, ACP ലാൽജി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും കൃത്യമായി നിയമ നടപടികൾ വാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. പരാതിക്കാരുടെ സഹായത്തോടു കൂടി പരമാവധി ശിക്ഷ ഇക്കാര്യത്തിൽ ഈ ഉപദ്രവിച്ച സ്ത്രീക്ക് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന നിശ്ചയദാർഢ്യത്തിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേയർ ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും വിവിധ സാമൂഹ്യ സംഘടനകളും ചൈൽഡ് ലൈൻ പോലുള്ള ഇത്തരം കൃത്യങ്ങൾ നിയന്ത്രിക്കാൻ
ചുമതലപ്പെട്ട സംവിധാനങ്ങളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, ഇക്കാര്യത്തിൽ കർശന നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. സാലി, ഈ മിനിയും ഒരു ജീവനക്കാരിയും മാത്രമായിരുന്നു ഈ 20-ലധികം കുട്ടികളെ നോക്കാനുണ്ടായിരുന്നത്. ഈ ജീവനക്കാരി മിനിക്കെതിരെ കർശന നിലപാടുകൾ എതിരെ തന്നെയാണോ സംസാരിക്കുന്നത്? അഞ്ജു, ഈ നടത്തിപ്പുകാരിയെ കൂടാതെ 2 ജീവനക്കാരികൾ കൂടി ഈ സ്ഥാപനത്തിലുണ്ട്. അതിൽ ഒരു ജീവനക്കാരി കൃത്യമായി മിനിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി പറയുന്നുണ്ട്, ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടായിരുന്നു, ചെറുതും വലുതുമായ മർദ്ദനങ്ങൾ കുട്ടികളുടെ മേൽ ഇവർ മർദ്ദിക്കാറുണ്ടായിരുന്നു ഈ നടത്തിപ്പുകാരി എന്ന്. ഈ നടത്തിപ്പിന് സഹായിച്ചിരുന്ന ഒരു ജീവനക്കാരി തന്നെ ദൃക്സാക്ഷിയായി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും മറ്റ് ജീവനക്കാരിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ സ്ഥലത്ത് ഈ സംഭവം നടന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകി ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ഇങ്ങനെ ചില രക്ഷിതാക്കളെങ്കിലും, ഇന്നും ചില കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, ആ രക്ഷിതാക്കളൊന്നും ഇത്തരത്തിലൊരു പീഡനം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. സ്വാഭാവികമായും ഈ ദൃശ്യങ്ങളടക്കം വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ അല്പം മുമ്പാണ് രക്ഷിതാക്കൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ തങ്ങളുടെ കുട്ടികളെയും വിളിച്ചുകൊണ്ട് വീടുകളിലേക്ക് പോയി. ഒപ്പം അവർ വലിയ പ്രതിഷേധം അവർക്കെതിരെ ആ സ്ഥാപനത്തിന് നടത്തുകയും ചെയ്തു. പക്ഷെ മിനി മാധ്യമങ്ങളോട്, അതായത് നടത്തിപ്പുകാരിയെ മിനി മാധ്യമങ്ങളോടും പോലീസിനോടും ഒക്കെ പറഞ്ഞത് ഇത് മർദ്ദനമൊന്നും അല്ല, കുട്ടികളെ ലാളിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യാറ് പതിവാണ്, അത്തരത്തിൽ ഒരു മർദ്ദനമൊന്നും അല്ല നടന്നത്. ചില സംഭവങ്ങളും ഒക്കെ കുട്ടികളെ തോളത്ത് തട്ടിയും ശരീരത്തിൽ തട്ടിയൊക്കെ ലാളിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ ദൃശ്യങ്ങളും ശബ്ദവും ഒക്കെ കേട്ടാൽ വ്യക്തമാകും, വളരെ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ കുഞ്ഞു കുട്ടികളുടെ ശരീരത്തിൽ അടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മാത്രമല്ല, നേരത്തെ അഞ്ജു സൂചിപ്പിച്ചതുപോലെ ഈ ജീവനക്കാരി തന്നെ ഇക്കാര്യങ്ങളെല്ലാം മുൻപും പലപ്പോഴും കണ്ടിട്ടുള്ള ജീവനക്കാരി തന്നെ ഇക്കാര്യത്തിൽ ഈ നടത്തിപ്പുകാരിക്കെതിരെ കൃത്യമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടിലേക്ക് പോലീസ് പോകുന്നു. അതിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ചൈൽഡ് ലൈൻ ഉൾപ്പെടെയുള്ളവ നിയമ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മിനിക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പരാതിക്കാര് മാതാപിതാക്കളാണ്, ഒപ്പം ജീവനക്കാരെയും സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെ ഈ നടത്തിപ്പുകാർക്കെതിരെ രംഗത്തുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കർശന നടപടികൾ തന്നെ ഉണ്ടാകുമെന്ന് കരുതാനാവില്ലേ? ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാവും? അഞ്ജു, തീർച്ചയായും കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മധ്യമേഖല IG വിജയൻ, ഒപ്പം അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ ലാൽജി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഇതിന് നേതൃത്വം നൽകുന്നു. ഇതിന്റെ ഓരോ നീക്കവും നടപടികളും IG ഉൾപ്പെടെയുള്ളവർ നിരീക്ഷിക്കുന്നു എന്നാണ് IG വിജയൻ നമ്മോട് പറഞ്ഞത്. സ്വാഭാവികമായും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു പോരായ്മയും ഇല്ലാത്ത രീതിയിൽ കേസ് അന്വേഷിക്കും. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒന്നിലധികം പരാതികൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം പരാതികളായി ഓരോ രക്ഷിതാവിൽ നിന്നും പരാതികൾ ഉള്ളവരിൽ നിന്നൊക്കെ എഴുതി വാങ്ങാനും അവരുടെ മൊഴികളെല്ലാം പ്രത്യേകമായി ഇവരുടെ ഓരോരുത്തരുടെയും മൊഴികൾ രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു രക്ഷിതാവ് ഈ മൊഴിയിൽ നിന്ന് മാറുകയോ എന്തെങ്കിലും ചെയ്താൽ കേസ് ദുർബലപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് പല രക്ഷിതാക്കളിൽ നിന്നും പല മൊഴികൾ രേഖപ്പെടുത്തി പല പരാതികൾ എഴുതി വാങ്ങി കേസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ കസ്റ്റഡി എടുത്ത് അവരെയും പാലാരിവട്ടം സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അവരെ അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. ശരി, കൊച്ചിയിലെ ഡേ കെയറിൽ പിഞ്ചു കുഞ്ഞിന് നേരെ ക്രൂര മർദ്ദനമുണ്ടായിരിക്കുകയാണ്. കുഞ്ഞിനെ ഡേ കെയർ ജീവനക്കാരി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ ഡേ കെയർ ഉടമ മിനി കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇവരെ പാലാരിവട്ടത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.